അഴിമതിക്കെതിരെ പോരാടാനുള്ള ആർജവം, പിന്നെ കയ്യിൽ സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ. ഇത്രയും മതി, 5000 രൂപ നിങ്ങൾക്ക് കിട്ടും. നമസ്കാരം. ഒരു ജനന സർട്ടിഫിക്കറ്റിനോ കെട്ടിട പെർമിറ്റിനോ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തവരാണോ നിങ്ങൾ? ന്യായമായി ലഭിക്കേണ്ട സേവനങ്ങൾക്കായി പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ ഇനി മുതൽ അങ്ങനെ സംഭവിക്കില്ലെന്നാണ് അറിയുന്നത്. 2026 കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ഭരണപരിഷ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം കാണുന്നത്. അഴിമതി കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം നൽകുന്ന സർക്കാരിന്റെ ഗംഭീര ഓഫറിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കമാണിത്. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശന്റെ മന്ത്രിസഭയിൽ സുപ്രധാനമായ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണ്. മുൻപ് അദ്ദേഹം അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സാമ്പത്തിക അഴിമതിയുള്ള മേഖലകളിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് സംസ്ഥാനത്ത് അഴിമതിയോട് സീറോ ടോളറൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രോജക്ട് സീറോ എന്ന അതിനൂതന പദ്ധതിക്ക് ഈ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനോടൊപ്പമാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഈ വമ്പൻ പദ്ധതിയുടെ പ്രഖ്യാപനവും നടത്തിയത്. എന്താണ് പ്രോജക്ട് സീറോയുടെ പ്രത്യേകത? പറയാം. പഴയതുപോലെ അഴിമതി നടന്നതിന് ശേഷം മാത്രം കേസെടുക്കുന്ന രീതിയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അഴിമതി നടക്കാനുള്ള സാധ്യതകളെ മുൻകൂട്ടി കണ്ടെത്തി തടയുന്ന പ്രോ ആക്റ്റീവ് വിജിലൻസ് നയമാണ് ഇനി കാണാൻ പോകുന്നത്. അതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സാങ്കേതികവിദ്യ സർക്കാർ പരമാവധി ഉപയോഗപ്പെടുത്താൻ പോകുന്നു. ഉദാഹരണത്തിന് പൊതുമരാമത്ത് വകുപ്പിലോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലോ ഉള്ള ഈ ടെൻഡറുകൾ ഇനി മുതൽ പൂർണ്ണമായും ഒരു AI സിസ്റ്റം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ടെൻഡർ വ്യവസ്ഥകളും അതിൽ കോട്ട് ചെയ്ത തുകയും ഒക്കെ ഈ സിസ്റ്റം തത്സമയം വിശകലനം ചെയ്യും. വ്യവസ്ഥകൾ പാലിക്കാതെ അർഹതയില്ലാത്തവർക്കാണ് കരാർ നൽകുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഈ AI സിസ്റ്റം വിജിലൻസിന് ഒരു റെഡ് ഫ്ലാഗ് അലേർട്ട് നൽകും. സ്മാർട്ട് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ഫയൽ നീക്കങ്ങളും കർശനമായ നിരീക്ഷണത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക. അപ്പോൾ ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന മട്ടിൽ ഈ പദ്ധതിയിൽ സാധാരണക്കാരെ നമുക്കെന്ത് കാര്യമെന്ന് നിങ്ങൾ ചിലരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. അവിടെയാണ് നിങ്ങളുടെ റോൾ വരുന്നത്. സർക്കാരിൻ്റെ ഈ വമ്പൻ പ്രഖ്യാപനം ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് കൈക്കൂലി ആവശ്യപ്പെടുകയാണെങ്കിൽ, ന്യായമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വെച്ച് താമസിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി വിജിലൻസിൻ്റെ പ്രത്യേക ഡിജിറ്റൽ പോർട്ടലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. വിജിലൻസ് ഈ തെളിവുകൾ പരിശോധിച്ച് അഴിമതി നടന്നത് സത്യമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ദൃശ്യങ്ങൾ നൽകിയ നിങ്ങൾക്ക്, അതേത് വ്യക്തിയായാലും, അയാൾക്ക് 5000 രൂപ പാരിതോഷികമായി ലഭിക്കും. വിവരങ്ങൾ നൽകുന്നവരുടെ പേരും മറ്റു സ്വകാര്യ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കർശന ഉറപ്പും നൽകുന്നുണ്ട്. കാലം മാറിയതനുസരിച്ച് അഴിമതിയുടെ രൂപവും ഭാവവും ഒക്കെ ഡിജിറ്റലായി മാറിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ വിജിലൻസ് അന്വേഷണങ്ങളെ നിയന്ത്രിക്കുന്നത് 1969 തയ്യാറാക്കിയ വളരെ പഴക്കമുള്ള ഒരു വിജിലൻസ് മാനുവലാണ്. ഇത് കാലോചിതമായി പരിഷ്കരിക്കാനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഓഫീസുകളിലെ കൈക്കൂലിക്ക് പുറമെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതി നടക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ വിജിലൻസ് നടപ്പാക്കിയ മറ്റൊരു വലിയ പദ്ധതിയാണ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. വീട് വെക്കാനെന്ന പേരിൽ പാസ് എടുത്ത് അനധികൃതമായി കുന്നിടിച്ചു മണ്ണ് കടത്തുന്ന മാഫിയകളെ ലക്ഷ്യമിട്ടാണ് ഈ ഓപ്പറേഷൻ. സംസ്ഥാനത്തെ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലുമായി 72 കേന്ദ്രങ്ങളിൽ ഇതിനോടകം വിജിലൻസ് മിന്നൽ പരിശോധനകൾ നടത്തിക്കഴിഞ്ഞു. അഴിമതി നിർമ്മാർജ്ജനത്തോടൊപ്പം കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ പോലീസ് പുതിയൊരു യുദ്ധം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. വേനലവധി കഴിഞ്ഞ് ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ ഓപ്പറേഷനും തുടക്കമിട്ടിരിക്കുന്നത്. സിന്തറ്റിക് ഡ്രഗുകൾ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ വിതരണക്കാരെയും 5 സ്റ്റാർ ഹോട്ടലുകളിലെ DJ പാർട്ടികളെയും എല്ലാം ഇനി പോലീസ് കർശനമായി നിരീക്ഷിക്കും. DGP റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന പോലീസുമായി ഏകോപിപ്പിച്ചാണ് ഈ ലഹരി വേട്ട പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളുടെ അവസാന ഘട്ടത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളുടെയും മുഖച്ഛായ മാറുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരോട് ക്രിമിനലുകളോടെന്ന പോലെ പെരുമാറുന്ന രീതി ഇനി അനുവദിക്കില്ല. അവരെ നമസ്തയോ ഗുഡ് മോർണിംഗോ ഒക്കെ പറഞ്ഞ് സ്വീകരിക്കാനും ഇരിക്കാൻ സൗകര്യം നൽകി പരാതി ക്ഷമയോടെ കേൾക്കാനുമുള്ള ഒരു പുതിയ സേവന സംസ്കാരമാണ് പോലീസിൽ രൂപപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിലും ഓൺലൈൻ തട്ടിപ്പുകളിലും പോലീസ് കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. പ്രോജക്ട് സീറോ, ഓപ്പറേഷൻ തൂഫാൻ, ഒപ്പം പോലീസിലെ പുതിയ പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം ചേരുമ്പോൾ അഴിമതിരഹിതവും സുരക്ഷിതവുമായ ഒരു പുതിയ കേരളത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം.
പരാതിക്കാർക്ക് 5000 രൂപ പാരിതോഷികം നൽകുന്ന ഈ പദ്ധതി കൂടുതൽ പേരെ അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. 2026 പുതിയ സർക്കാരിന്റെ ഈ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ പദ്ധതികൾ പൂർണ്ണമായും വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.